കോഴിക്കോട് ഏറ്റവും പുതുതായി 2023 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോ ഇന്ത്യയിലെ കോടിക്കണക്കിന് നഗരങ്ങളിൽ സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചത് കോഴിക്കോടിനെയാണ്. എന്താണ് സാഹിത്യം? എന്താണ് സാഹിത്യത്തിൻ്റെ പ്രത്യേകത? ഏത് മനുഷ്യരെയും ഒന്നിപ്പിക്കുന്നത് സാഹിത്യമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മുഅ്ജിസത്തായി ലഭിച്ച ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യ ഗ്രന്ഥം ഖുർആൻ. ആ ഖുർആനല്ലേ ചിന്നിച്ചിതറിക്കിടന്നിരുന്ന 100-120 കൊല്ലത്തിലേറെ കാലം പരസ്പരം കലഹിച്ചും ഭിന്നിച്ചും കഴിഞ്ഞിരുന്ന ഗോത്രങ്ങളെ എല്ലാം ഒന്നാക്കിയത് ഖുർആനാകുന്ന അമാനുഷ്യ ഗ്രന്ഥമല്ലേ? ഇവിടെയാണ് കലയുടെ പ്രാധാന്യം. കലകളാണ് ചിന്നിച്ചിതറിക്കിടക്കുന്നവരെ ഒന്നിപ്പിക്കുന്നത്. കോഴിക്കോടിന് ഈ പദവി നേടിത്തരുന്നതിൽ നമ്മുടെ പൂർവികരുടെ പങ്ക് നിഷേധിക്കാൻ കഴിയില്ല. സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് പുറം ലോകവുമായി ബന്ധമുണ്ട്. കോഴിക്കോടിൻ്റെ തുറമുഖം സത്യത്തിൽ അതൊരു തുറമുഖം മാത്രമല്ല, കോഴിക്കോടിൻ്റെ ഹൃദയങ്ങളെ തുറന്ന മുഖവും കൂടിയാണ്. കോഴിക്കോടിൻ്റെ ഹലുവക്ക്, പലഹാരങ്ങൾക്ക് മാർക്കറ്റിൽ വലിയ ഡിമാൻഡാണ്. ലോക്ക്ഡൗണിൻ്റെ മുമ്പ് അതിന് കോഴിക്കോടിനെ മാത്രം ആശ്രയിക്കേണ്ടിയിരുന്നു. എന്നാൽ ആ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കോഴിക്കോട്ടേക്ക് വരുന്ന കോഴിക്കോടിൻ്റെ പഴയ നഗരമായിരുന്ന ചാലിയത്ത് ലോക പ്രശസ്തരായ പ്രമുഖർ കോഴിക്കോട് വരുമ്പോൾ, ചാലിയത്ത് വരുമ്പോൾ അവർ വലിയ വലിയ സാഹിത്യ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരാറുണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങളെ സ്വീകരിക്കാൻ റംളാൻ ശാലിയാത്ത് റളിയല്ലാഹു അൻഹു അന്ന് വലിയൊരു ആഘോഷവേളയായി കോഴിക്കോടിനെ കണ്ടിരുന്നു. ആദ്യമായി ഇവിടെ ലൈബ്രറികൾ തുടങ്ങുന്നത് ചാലിയത്തും പരിസരങ്ങളിലുമുള്ള ലൈബ്രറികളാണ്. ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇമാം ഷെയ്ഖ് ജിഫരി തങ്ങൾ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, മഹാനായ ധാരാളം പൂർവികരായ ഖാദിമാരാകുന്ന പഴയ സാദാത്തുക്കൾ, പിൽക്കാലത്ത് വൈക്കം മുഹമ്മദ് ബഷീർ, എസ് കെ പൊറ്റക്കാട്, ഇവരെല്ലാം ഈ അഭിമാനത്തിന് അർഹരാണ്. ഇവിടെ കേരള മുസ്ലിം ജമാഅത്തിന് ഒന്നാമതായി ഭരണകൂടത്തോട് ആവശ്യപ്പെടാനുള്ളത് 2023 കോഴിക്കോട് നഗരം സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ചു എന്നതല്ലാതെ തുടർ നടപടികളൊന്നും നടന്നിട്ടില്ല എന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്, ഖേദമുണ്ട്. കോഴിക്കോട് പ്രഥമ സാഹിത്യകാരനായ ഖാദി മുഹമ്മദ് റളിയല്ലാഹു അൻഹു നാമധേയത്തിൽ ഖാദി മുഹമ്മദ് സാഹിത്യ അക്കാദമി കോഴിക്കോട് ആരംഭിക്കണമെന്ന് ഞങ്ങൾ ഒന്നാമതായി ഇവിടത്തെ ഭരണകൂടത്തോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായി ഈ കൂടിയ കോഴിക്കോട്ടുകാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത്രയും വലിയ പദവി നമുക്ക് നേടിത്തന്നത് കോഴിക്കോടുള്ള അത്രമാത്രം ലൈബ്രറികൾ, കോഴിക്കോടുള്ള സാഹിത്യ രചനകൾ, കോഴിക്കോടിൻ്റെ പ്രസിദ്ധീകരണാലയങ്ങൾ, കോഴിക്കോടിൻ്റെ സാഹിത്യാഘോഷങ്ങൾ, കോഴിക്കോട് നിന്ന് വന്ന ധാരാളം അത്യുന്നത സാഹിത്യകാരന്മാർ. പക്ഷേ ഇന്ന് ആ സാഹിത്യകാരന്മാർ വരുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ സാഹിത്യകാരന്മാരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ലോകമൊട്ടുക്കും കിതാബുകൾ ആശ്രയിക്കുന്ന മഹാനായ ശൈഖുന സുൽത്താൻ മക്കാന്തപുരം ഉസ്താദ് ഈ 91-ാമത്തെ വയസ്സിലും സഹീഹുൽ ബുഖാരി ഉൾപ്പെടെ ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതുന്നു എന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള ധാരാളം സാഹിത്യകാരന്മാർ നമുക്ക് എത്തേണ്ടതുണ്ട്. ഇവിടെയുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഉൾക്കൊണ്ടിരുന്ന
ഒരു പള്ളിയായിരുന്നു മിസ്കാൽ പള്ളി. ആ മിസ്കാൽ പള്ളി ഇവിടുത്തെ ലൈബ്രറി പോർച്ചുഗൽ തീ വെച്ച് നശിപ്പിച്ചത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഈ കോഴിക്കോടിന്റെ പാരമ്പര്യവും പൈതൃകവും റഹാലത്തുൽ ആലം ലോകസഞ്ചാരിയായ ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തിയത്. 7 തവണ ഇബ്നു ബത്തൂത്ത നമ്മുടെ കോഴിക്കോട് വന്നിട്ടുണ്ട്, ദീർഘകാലം താമസിച്ചിട്ടുണ്ട്. ഞാൻ താമസിച്ച നഗരങ്ങളുടെ കൂട്ടത്തിൽ ഇത്രമാത്രം സ്നേഹവും സൗഹാർദ്ദവും ഒത്തൊരുമയും മറ്റൊരിടത്ത് കണ്ടിട്ടില്ലെന്ന് ഇബ്നു ബത്തൂത്ത രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടത്തെ സാമൂദ് രാജാവും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹും ഈ കോഴിക്കോട് നൽകിയ ചരിത്രം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഈ കോഴിക്കോട് നിന്നാണ് സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ഉൾപ്പെടെയുള്ള ധാരാളം മുസ്ലിം സംഘടനകൾ രൂപം കൊണ്ടത് എന്നത് കോഴിക്കോട്ടുകാർ മറക്കരുത്. പക്ഷേ കോഴിക്കോട്ടുകാർ ഒന്നുകൂടി ചേർത്ത് വായിക്കണം. അങ്ങകലെ ലാഹോർ നുദിച്ച ഒരു പ്രസ്ഥാനം, ഈജിപ്തിൽ നിന്ന് ഉദയം കണ്ട ഒരു പ്രസ്ഥാനം, ഈ 2 പ്രസ്ഥാനവും കോഴിക്കോട്ടുകാരുടേതല്ല. ഈ 2 പ്രസ്ഥാനത്തിനും കോഴിക്കോട്ടുകാർ വിധേയരാകാൻ പാടില്ല എന്ന് സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ കോഴിക്കോടിന്റെ സംസ്കാര സമ്പന്നതയിൽ നമുക്ക് ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഈ സാഹിത്യ വളർച്ചയെ, ഈ മനുഷ്യക്കൊപ്പമെന്ന നമ്മുടെ മുദ്രാവാക്യത്തെ, എല്ലാ നമ്മുടെ ജീവിതചര്യയെ, എല്ലാ നമ്മുടെ കണ്ണിലെ കണ്ണമണി പോലെ സൂക്ഷിച്ച് നശിപ്പിക്കുന്നതിൽ ഇന്ന് ഏറ്റവും വലിയ പ്രധാന വില്ലനാണ് ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ, മൊബൈൽ ഫോണുകൾ. ഇന്ന് ആധുനിക യുവതലമുറ, ന്യൂ ജനറേഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. കുട്ടികൾക്ക്, യുവാക്കൾക്ക് എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയി. മൊബൈൽ ഫോൺ ഇല്ലാത്തവർക്ക് എനിക്ക് മൊബൈൽ ഫോൺ ഇല്ലല്ലോ, മൊബൈൽ ഫോൺ ഉണ്ട്, എൻ്റെ ഹൈഫോൺ അല്ലല്ലോ, ഹൈഫോൺ ഉള്ളവർക്ക് എൻ്റെ ഹൈഫോൺ ലേറ്റസ്റ്റ് അല്ലല്ലോ. പല റീലുകളും കണ്ട് അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും, പല ഒറ്റപ്പെടലുകളും. എന്നാൽ ഇതിനാണ് പണ്ട് കാലങ്ങളിൽ ഹമ്മ് ഹൊമ്മ് എന്നെല്ലാം വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതിന് നിർദ്ദേശിക്കുന്ന പ്രതിവിധി ജോമോ. ജോമോ എന്നാൽ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. നഷ്ടപ്പെട്ടതിൽ പരിഭവിക്കാതെ, ദുഃഖിക്കാതെ അതിൽ ആഹ്ലാദിക്കാൻ കഴിയുക. കണ്ണില്ലാത്തവൻ കരുതേണ്ടത് എനിക്ക് കണ്ണില്ലാത്തത് കൊണ്ട് ഹറാമുകൾ കാണാതെയായില്ലേ, നാളെ അതിൻ്റെ പേരിൽ ആഖിറത്തിൽ എന്നെ ശിക്ഷിക്കപ്പെടില്ലല്ലോ. കണ്ണും കാതുമില്ലാത്തവൻ ധരിക്കേണ്ടത് എനിക്ക് കണ്ണും കാതുമില്ലെങ്കിലും എനിക്ക് ഹൃദയം തന്നില്ലേ. ഏത് പ്രതിസന്ധികളും ഇല്ലായ്മകളും ദുഃഖിച്ച് തളർന്നു വീഴാതെ പകരം അല്ലാഹുവിനെ ഓർക്കുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സമാധാനം ഒരിക്കലും ഈ ഫോമോ നൽകില്ല, മറിച്ച് അല്ലാഹുവിനെ ഓർക്കുക. ഈ മൊബൈൽ ഫോണുകൾ നിയന്ത്രിക്കുന്നതിന് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കതിനുള്ള പരിഹാര മാർഗങ്ങൾ: ഒന്നാമതായി ഫ്രീ സോൺ, ഫോൺ ഫ്രീ സോൺ. സമയങ്ങൾ നിശ്ചയിക്കുക. എല്ലാ സമയത്തും ഫോൺ ഉപയോഗിക്കുന്ന സ്വഭാവം മാറ്റി പള്ളികൾ കടക്കുമ്പോൾ ഫോണില്ല, എന്നാൽ വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഫോണ് വേണ്ട. ഡൈനിങ് ഹാളില് ഫോൺ ഫ്രീ സോണായി കാണുക. അതുപോലെ തന്നെ കിടപ്പറയിലേക്ക് കടക്കുമ്പോൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പും ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 1 മണിക്കൂറും ഫോൺ ഫ്രീ സോണായി കാണുക. പ്രധാനമായും ഭരണകൂടത്തിന് ചെയ്യാനുള്ളത്, ലോകത്ത് പല ഭരണകൂടങ്ങളും ചൈന സോഷ്യൽ മീഡിയ അക്കൗണ്ട് ID ഉണ്ടെങ്കിൽ മാത്രമേ നൽകുകയുള്ളൂ. ഇവിടെ ധാരാളം ഫേക്ക് ഐഡിയകളാണ്, എന്തെല്ലാം ദുഷ്പ്രചരണങ്ങളാണ്,
എന്തെല്ലാം ചതി വഞ്ചനകളാണ്. ഇവിടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തേ പറ്റൂ. എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് ഒരിക്കലും ID ഇല്ലാതെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുറക്കാൻ പാടില്ല. ചൈന ചെറിയ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, മൊബൈൽ ഫോണ് ഒരു കാറ് പോലെ. കാറ് വാങ്ങുമ്പോ ഹൗ ടു യൂസ്, എങ്ങനെ അത് ഉപയോഗിക്കണം എന്ന് പറയുന്നത് എടുത്ത്. കാർ വളരെ ഉപകാരമുള്ളതാണ്, എല്ലാം അത്യാവശ്യമാണ്, അനിവാര്യമാണ്. പക്ഷേ ഉപയോഗം തെറ്റിയാൽ അത് വലിയ അപകടമാണ്. ജീവനാണ് അപകടം സംഭവിക്കുന്നത്. മൊബൈൽ ആവശ്യക്കാർക്ക് വളരെ നിർബന്ധമാണ്, അനിവാര്യമാണ്. ബിസിനസ്സുകാർക്ക്, പണ്ഡിതന്മാർക്ക്, ലോകോത്തര പ്രതിഭകൾക്ക് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ മാനുവൽ നോക്കുമ്പോൾ എങ്ങനെ ഓണാക്കണം, എങ്ങനെ ഓഫാക്കണം, അതിൻ്റെ നിയമാവലികൾ പറയുമ്പോഴത്ത് ഒരു ദിവസം എത്ര സമയം ഉപയോഗിക്കണം എന്നെല്ലാം അവിടെ പറയുന്നതായി കാണാം. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് ഇന്ന് ഒരു ദിവസത്തിലെ 67% യുവാക്കളും 5-6 മണിക്കൂർ ഇതിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നത് പലപ്പോഴും ലൈക്കും ഫോർവേഡും ഷെയറും ചെയ്യുമ്പോൾ ഇത് സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. മൊബൈൽ ഫോണിനെ കുറിച്ച് ഖുർആൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതെ, ഖുർആൻ പറയാത്ത ഒന്നുമില്ല. ഖുർആൻ സൂറത്ത് ഹുജറാത്തില് 6-ാം അധ്യായത്തിൽ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ അൻ തുസീബൂ ഖൗമൻ ബിജഹാല. ഏത് ന്യൂസുകളും കേൾക്കുമ്പോഴേക്ക് ഷെയർ ചെയ്യരുത്, ഫോർവേഡ് ചെയ്യരുത്, ലൈക്ക് അടിക്കരുത്. അത് സത്യമാണോ അസത്യമാണോ, അതിൻ്റെ വസ്തുത എത്രയെന്ന് നന്നായി പഠിക്കണം. ഇതിൻ്റെ സോഴ്സ് പഠിക്കണം, ഉറവിടങ്ങൾ പഠിക്കണം. രണ്ടാമത്, ഇത് ഞാൻ ഫോർവേഡ് ചെയ്യുന്നതിൽ എത്രമാത്രം ഗുണമുണ്ട്, എത്രമാത്രം ദോഷമുണ്ട്, രണ്ടും പഠിച്ച് ഇത് ഒരു ഗുണവുമില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ ഞാനത് ഫോർവേഡ് ചെയ്യില്ല, ഞാനത് ദുരുപയോഗപ്പെടുത്തില്ല. പ്രത്യേകിച്ച് ഇന്ന് കുടുംബങ്ങൾ ചിന്നിച്ചിതറുന്നത് പലപ്പോഴും ഈ മൊബൈൽ ഫോണിലൂടെയാണ്, ഫോർവേഡിലൂടെയാണ്. മാം വസല മൻ ഖതഅഹുല്ലാഹ് മൻ വസല വസലഹുല്ലാഹ്. മഹൽ വചനം മറക്കരുത്. ചിന്നിച്ചിതറിയ കുടുംബത്തെ തന്റെ എന്തെങ്കിലും ശ്രമത്തില് ഒന്നിപ്പിക്കാൻ ഒരിക്കലും കളവ് പറയാൻ പാടില്ല. പക്ഷേ കളവ് പറയേണ്ട മേഖലയാണ് തമ്മിൽ ഒന്നിപ്പിക്കാൻ. അവിടെ അതായിരിക്കണം ശ്രമം. അതിനുവേണ്ടി എന്തും ചെലവഴിക്കണം. 100 ഷഹീദിന്റെ കൂലിയുണ്ട് എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നത്. അമ്മായിയും മറുമോഴിക്കോട് ജില്ല ദേശീയ പാത, 6 വരി പാത, പലയിടങ്ങളും വർക്കുകൾ മെല്ലെ പോക്ക് നയം മാറ്റി, അശാസ്ത്രീയതകൾ ഒഴിവാക്കി ശാസ്ത്രീയമായി അതിൻ്റെ റോഡുകളുടെ വർക്കുകൾ പെട്ടെന്ന് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ വന്യജീവികളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ഇത്യാദി കാര്യങ്ങളാണ് ഇന്ന് കേരള മുസ്ലിം ജമാഅത്ത് പ്രസ് മീറ്റില് കേരള സർക്കാരുകളോട് ആവശ്യപ്പെട്ടത്. ഈ ഓരോ പ്രദേശത്ത് ചെല്ലുമ്പോഴും അതിൻ്റെതായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു. നിങ്ങളുടെ പിന്തുണ ഇനിയും ആവശ്യപ്പെട്ടുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.